ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ SSC ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറൽ സയൻസിലെ MCQകളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ജനറൽ സയൻസിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് വരുന്നത്, ആ ഒരു പോർഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട MCQകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. The first one ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബ്രോൺസ് ഈസ് മെയ്ഡ് ഓഫ്. ഓക്കെ, ആദ്യം തന്നിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു അലോയിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അലോയിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ചോദ്യം? ബ്രോൺസ് എന്ന് പറയുന്നത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. എന്താണ് അലോയി എന്ന് പറയുന്നത്? ഒരു മെറ്റലും അനദർ ഒരു നോൺ മെറ്റലോ മറ്റെന്തെങ്കിലോ കൊണ്ട് എന്ത് ചെയ്യാണ്? കമ്പൈൻ ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അതിനൊന്ന് ഇൻക്രീസ് ചെയ്യുന്ന ആണ് നമ്മൾ അലോയികളുടെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലോയികളിൽ പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ആദ്യം ഈ തന്നിരിക്കുന്ന ഏതെന്ന് പറയുന്നത് ബ്രോൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കൂടാതെ മറ്റു ചിലത് കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ആൻസർ പറയാം. ബ്രോൺസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ ചേർത്താണ്? എന്തൊക്കെ ചേർത്താണ് നോക്കിക്കേ. കോപ്പറും സിങ്കും കൂട്ടിച്ചേർത്താണോ, അല്ലെങ്കിൽ കോപ്പറും ടിന്നും കൂട്ടിച്ചേർത്താണോ, അയണും കാർബണും എന്താണ് യോജിക്കുമ്പോഴാണോ ബ്രോൺസ് ആകുന്നത്, അതല്ലെങ്കിൽ നിക്കലും ക്രോമിയവും ചേരുമ്പോഴാണോ? ഏത് ഓപ്ഷനാണ് നിങ്ങൾ പിക്ക് ചെയ്യുക? ഇതിൽ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. കോപ്പറും ടിന്നും എന്താണ് ജോയിൻ ചെയ്യുന്നതാണ്, കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്? ഏത് അലോയി? നമ്മുടെ ആൻസർ ആയിട്ടുള്ള ബ്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബ്രോൺസ് എന്ന് പറയുന്നത് ഫോം ചെയ്തിരിക്കുന്നത് എന്തൊക്കെ കമ്പൈൻ ചെയ്താണ്, എന്തൊക്കെ കൂട്ടി യോജിപ്പിച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. എന്തൊക്കെയാണ്? കോപ്പറും ടിന്നും യോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബ്രോൺസ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ കോപ്പറും സിങ്കും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതും ഒരു അലോയി തന്നെയാണ്, ബ്രാസ് ആണ് കിട്ടുന്നത്. ഓക്കെ, കോപ്പറും അതുപോലെ തന്നെ സിങ്കും കൂടി ചേർത്ത് നമുക്ക് ലഭ്യമാകുന്ന എന്താണ്? അത് ബ്രാസ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. എന്ത് തന്നെയാണ്? അലോയി തന്നെയാണ് എന്ന് അറിയാം കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് അയണും കാർബണും ആണ്. അയണും കാർബണും ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്താ ഫോം ചെയ്യാൻ പറ്റുന്നത്? സ്റ്റീൽ ആണ് കേട്ടോ. ഏതാണ്? സ്റ്റീലാണ് ഫോം ചെയ്യാനായിട്ട് കഴിയുക. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്തു? ബെറ്റർ വൺ പ്രോപ്പർട്ടീസിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റി, സ്റ്റീലാക്കി മാറ്റാനായിട്ട് കഴിഞ്ഞു. എന്തൊക്കെ ചേർന്നപ്പോഴാണ്? അയണും അതുപോലെ തന്നെ കാർബണും ജോയിൻ ചെയ്തപ്പോഴാണ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്ന നോക്കിക്കേ. നിക്കലും ക്രോമിയവുമാണ്. നിക്കലും ക്രോമിയവും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എന്താ? നിക്രോം ആണ് ലഭ്യമാകുക കേട്ടോ. എന്താണ്? നിക്രോം ആണ് ലഭ്യമാകുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് ഏതൊക്കെ ചേരുമ്പോഴാണ്, അല്ലെ നിക്രോം എന്തൊക്കെ ചേരുമ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും എന്തൊക്കെയാണ്. നിക്കലും അതുപോലെ തന്നെ ക്രോമിയവും ജോയിൻ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? നിക്രോം ലഭ്യമാകുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ ഈ ഒരു അലോയിയുടെ കേസിൽ ഈ 4 അലോയിയും ഫോം ചെയ്യുന്നത് എന്തൊക്കെ യോജിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കൂടിച്ചേരുമ്പോഴാണ് എന്ന വ്യക്തമായ ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു 4 എണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതിലേക്ക് പോകാൻ നമുക്ക്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഐസോടോപ്പുകളെ കുറിച്ചാണ് കേട്ടോ. ഐസോടോപ്പ് ആർ ആറ്റം ഹാവിംഗ് ദ സെയിം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആറ്റങ്ങൾക്ക് സെയിം ആയിട്ടുള്ളത് എന്തിന്റെ കേസിലാണ്? ഐസോടോപ്പിന്റെ കേസിൽ സെയിം ആയിട്ടുള്ളത് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. മാസ് നമ്പർ ആണോ സെയിം ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ ആണോ സെയിം ആയിട്ടുള്ളത്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണോ, അല്ലെങ്കിൽ എന്താണ് അറ്റോമിക് മാസ് ആണോ എന്നതാണ് ചോദ്യം. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ അറ്റോമിക് നമ്പർ ആണ് എന്തെന്ന് പറയുന്നത്? സെയിം ആയിട്ടുള്ളത് കേട്ടോ. ശരിയായ ഉത്തരം എന്താ? അറ്റോമിക് നമ്പർ ആണ് സെയിം ആയിട്ടുള്ളത്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്താണ്? ഡിഫറെന്റ് മാസ് നമ്പറുമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഐസോടോപ്പ് എന്ന് മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. എന്തൊക്കെ കാര്യങ്ങളാണ്? അറ്റോമിക് നമ്പർ സെയിം ആയവയും അതുപോലെ തന്നെ എന്താണ്? മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ടുള്ളതുമാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആറ്റത്തിന് സെയിം അറ്റോമിക് നമ്പരും വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മാസ് നമ്പരും ഉള്ളവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐസോടോപ്പുകളും അവയുടെ ഫങ്ഷൻസും പഠിക്കാനുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് പഠിക്കാം? ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ കൂടി ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ.
എന്താണ്? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ. ഹൈഡ്രജൻ ഐസോട്ടോപ്പുകൾ ഉണ്ടോ? യെസ്, ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളാണുള്ളത്. അതായത് സെയിം അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമായിട്ട് ഹൈഡ്രജൻ 3 ഐസോട്ടോപ്പുകൾ കാണിക്കുന്നു. പേരുകൾ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. 3 ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ എന്താണ്? പ്രോട്ടിയം ആണ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ പ്രോട്ടിയം ആണ്. അവിടെ ന്യൂട്രോൺ 1 എങ്കിൽ രണ്ടാമത്തതില് 1 ന്യൂട്രോൺ ഉള്ള നൈട്രജന്റെ, അതായത് ഡ്യൂട്ടീരിയം, നമ്മുടെ എന്താണ് ഹെവി വാട്ടർ ഒക്കെ നിർമ്മിക്കുന്ന ഈ ഡ്യൂട്ടീരിയം കൊണ്ടാണ് കേട്ടോ. എന്താണ് ഡ്യൂട്ടീരിയം? ഡ്യൂട്ടീരിയം ഇമ്പോർട്ടന്റ് ആണ്. ഡ്യൂട്ടീരിയം. ആൻഡ് ദെൻ ദ തേർഡ് വൺ ഈസ് എന്താണ്? ട്രിഷിയം. ട്രിഷിയം. ഇങ്ങനെ 3 ആണ് ഉള്ളത്. അപ്പൊ ആ 3 പേര് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ എന്താണ് ഐസോട്ടോപ്പ് എന്ന് നമ്മൾ പഠിച്ചു. ഐസോട്ടോപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈഡ്രജന്റെ ഉദാഹരണം നമ്മൾ പഠിച്ചു. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം. ദ ഫസ്റ്റ് വൺ പ്രോട്ടിയം, ആൻഡ് ദെൻ സെക്കൻഡ് വൺ ഡ്യൂട്ടീരിയം, തേർഡ് വൺ ട്രിഷിയം. ഈ 3 പേരുകൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അല്ലെങ്കിൽ തന്നിരിക്കുകയാണ്, താഴെ തന്നിരിക്കുന്നവയിൽ എന്തിന്റെ ഐസോട്ടോപ്പുകളാണ് എന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം, അതിൽ പ്രോട്ടിയവും ഡ്യൂട്ടീരിയവും ട്രിഷിയവും ഉണ്ടെങ്കിൽ അത് എന്തിന്റെ ഐസോട്ടോപ്പാണ്? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. അതല്ലെങ്കിൽ അങ്ങനെയും ചോദിക്കാം, എന്താണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഹൈഡ്രജന്റെ ഈ 3 ഐസോട്ടോപ്പിനെ അറിയാമെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റൂ. അപ്പൊ പേരുകൾ വ്യക്തമായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കി വെക്കുക. പ്രോട്ടിയവും ഡ്യൂട്ടീരിയവും ട്രിഷിയവും എന്ത് തന്നെയാണ്? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. ഐസോട്ടോപ്പ് എന്നത് അറ്റോമിക നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറന്റ് ആയവയുമാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. കിട്ടിയല്ലോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം കേട്ടോ. അടുത്ത 3ാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് റിഫ്ലെക്സ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വളരെ സ്ലോ ആയിട്ടുള്ള റെസ്പോൺസ് ആണെന്ന് പറയുന്നു. വോളണ്ടറി ആക്ഷൻ. വാട്ട് യു മീൻ ബൈ വോളണ്ടറി ആക്ഷൻ? നമ്മൾ ഇഷ്ടത്തിന് ചെയ്യുന്ന, നമ്മൾ എന്താണ് ആലോചിച്ച് തിങ്ക് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സാണ് വോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഫ്ലെക്സ് ആക്ഷൻസ് വോളണ്ടറി ആക്ഷൻ ആണെന്ന് പറയുന്നു. ആൻഡ് ദെൻ ഓപ്ഷൻ സി റാപ്പിഡ് ഓട്ടോമാറ്റിക് റെസ്പോൺസ്. വളരെ പെട്ടെന്നുണ്ടായ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റെസ്പോൺസ് ആണെന്ന് പറയുന്നു. ആൻഡ് ദെൻ ഓപ്ഷൻ ഡി ഒരു ഹോർമോണൽ കൺട്രോൾ ആണെന്ന് പറയുന്നു. മക്കളെ, ഇതിൽ ഏതാണ് ശരി? റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. അതായത് നമ്മൾ ഹോട്ട് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ കൈ വെക്കുമ്പോൾ നമ്മൾ വളരെ വേഗം, അതിവേഗം കൈ പിന്നേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആണ് എങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ഇതിൽ ഓപ്ഷൻ ഏതാണ്? റാപ്പിഡ് ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് നടക്കുന്ന, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ്, ഒരു എന്താണ് പ്രതികരണമാണ് ഇതെന്ന് പറയുന്നത് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ വേഗം, അതിവേഗം. അവിടെ ചിന്ത എന്ന് പറയുന്ന, നമ്മൾ തിങ്ക് ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ കൈ പൊള്ളി, ആ കയ്യിൽ നിന്ന് മെസ്സേജ് സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്? ആരാണ് മറുപടികൾ നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മുടെ ബ്രെയിൻ ആണ് അല്ലേ? മെസ്സേജുകൾ ബ്രെയിനിലെത്തി, ബ്രെയിൻ അത് ഇന്റർപ്രറ്റ് ചെയ്ത് ബ്രെയിനാ പറഞ്ഞു തരുന്നത്. പക്ഷേ റിഫ്ലെക്സ് ആക്ഷൻ, ഇത്തരത്തിൽ വളരെ വേഗം, അതിവേഗം നടക്കുന്ന ആക്ഷൻസ് ആയിട്ടുള്ള റിഫ്ലെക്സ് ആക്ഷനുകളൊക്കെ മറുപടി നൽകുന്നത് ആരാണ്? സ്പൈനൽ കോഡാണ്. ആരല്ല? ബ്രെയിൻ അല്ല. ഓക്കെ, അപ്പൊ സ്പൈനൽ കോഡാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ റിഫ്ലെക്സ് ആക്ഷനിൽ പങ്കുവഹിക്കുന്നത് എന്ന പോയിന്റ് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മുടെ കണ്ണിൽ കുത്താൻ വരികയാണ്, പെട്ടെന്ന് നമ്മൾ എന്താ ബാക്കിലോട്ട് പോവുക, അല്ലെങ്കിൽ കണ്ണ് ബ്ലിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഏത് ആക്ഷൻ തന്നെയാ? റിഫ്ലെക്സ് ആക്ഷൻ തന്നെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ നോക്കിക്കേ, SI യൂണിറ്റ് ഓഫ് ലെങ്ത്. ലെങ്തിന്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിന്റെയും യൂണിറ്റുകൾ, SI യൂണിറ്റുകൾ വ്യക്തമായി തന്നെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് ഓരോ സെഷനിലായിട്ട് എന്ത് ചെയ്യാം? ഒരു 4-5 എണ്ണം ഇതൊക്കെ വേഗം വേഗം പഠിച്ചു പോകാം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ എന്താ കറക്റ്റ് ആയിട്ട് 4 അല്ലെ 5 ഇങ്ങനെയുള്ള കാര്യങ്ങൾ, യൂണിറ്റ്സും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്റ്റഡീസ് ഒക്കെ ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് നീങ്ങും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ ഒരുമിച്ച് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാനിരുന്നാൽ ഭയങ്കര പാടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 4 കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഉത്തരം ഏതാണെന്ന് നോക്കാം കേട്ടോ. ലെങ്തിന്റെ SI യൂണിറ്റ് ഏത് എന്നാണ് ചോദ്യം. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, കെൽവിൻ. എന്താണ് ആലോചിക്കണോ? വേണ്ട, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഏതാണ്? മീറ്റർ ആണ് എന്ന് അറിയാം. ഇനി കിലോഗ്രാം ആണ് എങ്കിൽ എന്തിന്റെ SI യൂണിറ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെയാണ്? അത് മാസിന്റെ SI യൂണിറ്റ് ആണ് അല്ലെ? മാസിന്റെ SI യൂണിറ്റ് ആണ്. സെക്കൻഡ് ആണ് എന്നുണ്ടെങ്കിലോ, സെക്കൻഡ് ആണെങ്കിൽ ടൈമിന്റെ SI യൂണിറ്റ് ആണ്. ആൻഡ് ദെൻ കെൽവിൻ ആണ് എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറിന്റെ ആണ്. തെറ്റിപ്പോരുത് കേട്ടോ, ടെമ്പറേച്ചറിന്റെ ആണ് എന്ന് മനസ്സിലാക്കുക.
ഓക്കെ, അപ്പൊ SI യൂണിറ്റുകൾ നമ്മൾ 4 എണ്ണം ഡിസ്കസ് ചെയ്തു. ദ ഫസ്റ്റ് വൺ ലെങ്തിന്റെ ആണ് എങ്കിൽ അത് മീറ്റർ ആണ്, മാസിന്റെ ആണ് എങ്കിൽ അത് കിലോഗ്രാമും, ടൈമിൻ്റെതാണ് എങ്കിൽ സെക്കൻഡും, അതുപോലെ തന്നെ ടെമ്പറേച്ചറിന്റെ ആണെങ്കിൽ കെൽവിനുമാണ് എന്ന് പഠിച്ചെടുക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്പൊ എന്ത് പഠിക്കാൻ പറ്റി? SI യൂണിറ്റ് 4 എണ്ണത്തിന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? 4 എണ്ണത്തിന്റെ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? അപ്പൊ ഓക്കെ ആക്കി വെക്കുക. ഓരോ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ഓരോ സെറ്റുകളായിട്ട് ഇങ്ങനെ പഠിച്ചു പോകാം. ഓക്കെ, ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത് നോക്കിക്കേ. Which property allows metal to be beaten into thin sheet? അതായത് ഒരു മെറ്റലിന്റെ പ്രോപ്പർട്ടി ആണ് പറയുന്നത് കേട്ടോ. മെറ്റലിന്റെ പ്രോപ്പർട്ടി ആണ്. മെറ്റൽസിന് എന്താണ്? ഒരുപാട് പ്രോപ്പർട്ടികൾ ഉണ്ട്, അതിൻ്റെതായ കുറച്ച് കഴിവുകളുണ്ട് അല്ലേ? അപ്പൊ അതില് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. മെറ്റലിനെ അടിച്ച് പരത്തി ഷീറ്റാക്കി മാറ്റാനായിട്ട് പറ്റുന്നത് മെറ്റലിന്റെ ഏത് പ്രോപ്പർട്ടി ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മെറ്റലിനെ അടിച്ച് പരത്തി എന്താക്കാൻ പറ്റും? ഷീറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു കഴിവിനെ എന്ത് പേരിലാ അറിയപ്പെടുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, കണ്ടക്ടിവിറ്റി, സൊണോരിറ്റി എന്നിവ ഓപ്ഷനിലുണ്ട്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നമ്മളെ മെറ്റലിനെ അടിച്ച് പരത്തി നമുക്ക് എന്താക്കാൻ പറ്റും? ഷീറ്റുകളാക്കി മാറ്റാം. തിൻ ഷീറ്റുകൾ, വളരെ തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ ഷീറ്റാക്കി മാറ്റാം. ഏതാണ്? ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് മാലിയബിലിറ്റി ആണ് കേട്ടോ. ഏതാണ്? മാലിയബിലിറ്റി ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക, മെറ്റൽസിനെ അടിച്ചു പരത്തി തിൻ ഷീറ്റാക്കി മാറ്റാൻ കഴിയുന്ന മെറ്റലിന്റെ ആ കഴിവിനെ പറയുന്ന പേര് മാലിയബിലിറ്റി എന്നാണ്. അങ്ങനെയെങ്കിൽ ഡക്റ്റിലിറ്റി എന്താ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്? വയറുകളാക്കി മാറ്റാം. അതായത് മെറ്റൽസിനെ അടിച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതിന് തിന്നായിട്ടുള്ള വളരെ ചെറിയ വയറുകളാക്കി മാറ്റാം. ഡക്റ്റ് എന്ന് വെച്ചാൽ കുഴലെന്നാ. അപ്പൊ കുഴല്, വയറ് പോലെ എന്ത് ചെയ്യാം? നേർത്ത കുഴലുകളാക്കി മാറ്റുവാനായിട്ട് കഴിയുന്നവയെ ആണ്. ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി എന്നത് കേട്ടോ. ഡക്റ്റിലിറ്റി. അപ്പൊ ഈ ഡക്റ്റിലിറ്റി ആയിക്കോട്ടെ, മാലിയബിലിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം മെറ്റലിന്റെ പ്രോപ്പർട്ടി ആണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത നോക്കിക്കേ, കണ്ടക്ടിവിറ്റി. കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? എന്തിനെയൊക്കെ കണ്ടക്ട് ചെയ്യാം നോക്കിക്കേ. ഹീറ്റ്, താപത്തിനെ വഹിക്കാൻ കഴിയും. താപത്തിനെ കണ്ടക്ട് ചെയ്യാനായിട്ട്, ചൂടിനെ കണ്ടക്ട് ചെയ്യാനായിട്ട് ആർക്ക് കഴിയും? മെറ്റലിന് കഴിയും. നമുക്കറിയാം, നമ്മൾ ഒരു റോഡ് എടുക്കുകയാണ്, ഒരു അയൺ റോഡ് എടുക്കണം, ഇരുമ്പിന്റെ ഒരു റോഡ് എടുത്തിട്ട് നമ്മൾ തീയിലേക്ക് വെച്ച് ഒരു സൈഡിൽ കൈ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ കൈയിലേക്ക് ചൂട് പടർന്നു വരും. എന്തുകൊണ്ടാണ്? ആ മെറ്റലിന് എന്ത് കഴിവുണ്ട്? കണ്ടക്ടിവിറ്റി, കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കറണ്ടും എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഹീറ്റും കറണ്ടിനും ഒക്കെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? മെറ്റലിനുണ്ട് എന്ന് അറിയാം. ഇനി അതുപോലെ തന്നെ എന്താണ്? സൊണോരിറ്റി ആണ് പിന്നീട് തന്നിരിക്കുന്നത്. സൊണോരിറ്റി, വാട്ട് യു മീൻ ബൈ? എന്താണ് സൊണോരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റലിന്റെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അതായത് അടിക്കുമ്പോൾ എന്താണ്? നമ്മൾ ആ ഒരു മെറ്റലിൽ അടിക്കുന്ന സമയത്ത് സൗണ്ട്, ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചില ഇതിൽ തട്ടുന്ന സമയത്ത് നല്ല ഉറക്കെയുള്ള സൗണ്ടുകൾ കേൾക്കാറുണ്ട് അല്ലെ? ബെല്ല്, അല്ലെങ്കിൽ മണി, ഇതൊക്കെ അടിക്കുമ്പോൾ നന്നായിട്ട് സൗണ്ട് കേൾക്കും. എന്ത് പവർ കൊണ്ടാണ്? മെറ്റലിന്റെ ഈ സൊണോരിറ്റി എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെ, ആ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ് ഇത്തരത്തിൽ ഉയർന്ന ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന എല്ലാം തന്നെ മെറ്റലിന്റെ പ്രോപ്പർട്ടികൾ തന്നെയാണ്. ഓരോ പ്രോപ്പർട്ടിക്കും വ്യക്തമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി അല്ലെ? ഡക്റ്റിലിറ്റി ആണ് എങ്കിൽ മെറ്റൽസിനെ അടിച്ച് എന്താക്കാൻ പറ്റും? തിൻ വയറുകളാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അതാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇനി തിന്നായിട്ടുള്ള ഷീറ്റുകളാക്കി മാറ്റുകയാണ് എങ്കിൽ അതിനെ നമ്മൾ മാലിയബിലിറ്റി എന്നാണ് പറയുന്നത്. ഇനി ചൂട് വഹിക്കാൻ കഴിവുള്ളത് എന്ന അർത്ഥത്തിൽ നമുക്ക് കണ്ടക്ടിവിറ്റി ഉണ്ട്. ആർക്ക് എന്ന് പറയാം? മെറ്റൽസിന് എന്ന് പറയാം. അതുപോലെ തന്നെ സൊണോരിറ്റി, വാട്ട് യു മീൻ ബൈ സൊണോരിറ്റി? സൊണോരിറ്റി മെറ്റലിന്റെ പ്രോപ്പർട്ടി തന്നെയാണ്. എന്ത് ചെയ്യും? സൗണ്ട്, ഉച്ചത്തിലുള്ള ശബ്ദത്തിനെ എന്ത് ചെയ്യാൻ പറ്റും? പുറപ്പെടുവിക്കാനുള്ള മെറ്റലിന്റെ കഴിവിനെയാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡക്റ്റിലിറ്റിയും മാലിയബിലിറ്റിയും കാണിക്കുന്ന ഒരു മെറ്റൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നന്നായിട്ട് ഡക്റ്റിലിറ്റിയും മാലിയബിലിറ്റിയും കാണിക്കാൻ ആർക്ക് കഴിയും? ഗോൾഡിന് കഴിയും. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ അടിച്ചു പരത്തിയും ഓരോ ആകൃതികളിലാക്കി, ചെറുതും വലുതുമായിട്ടുള്ള ആകൃതികളിലാക്കി നമുക്ക് ഓർണമെന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. എന്ത് കഴിവുള്ളത് കൊണ്ടാണ്? ഗോൾഡിന് ഇത്തരത്തിലുള്ള മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ഉള്ളത് കൊണ്ടാണ്. ഹൈ ഡക്റ്റിലിറ്റിയും ഹൈ മാലിയബിലിറ്റിയും കാണിക്കുന്ന ഒരു മെറ്റൽ ആണ് ആരെന്ന് പറയുന്നത്? ഗോൾഡ് എന്ന് പറയുന്നത് കേട്ടോ.
ഇനി കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ഒരു മെറ്റൽ പറയാൻ പറഞ്ഞാലോ, സിൽവർ കണ്ടക്ടിവിറ്റി, ഹൈ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ഒരു മെറ്റൽ ആണ് കേട്ടോ സിൽവർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി മനസ്സിൽ കരുതി വെക്കുക. ഓരോ പോയിന്റുകളും, എന്താണ് ഡക്റ്റിലിറ്റി, എന്താണ് മാലിയബിലിറ്റി, എന്താണ് കണ്ടക്ടിവിറ്റി, എന്താണ് സോണോരിറ്റി, ഇത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക കേട്ടോ. മെറ്റലിന്റെ എന്താണ് പ്രോപ്പർട്ടികളാണ് ഇവയെല്ലാം തന്നെ എന്നുകൂടി അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മളെല്ലാവരും എന്താണ് എസ് എസ് സി ഭയങ്കര എന്താണ് നമ്മൾ ഭയങ്കര ഒരു ആഗ്രഹത്തോടെ ഒരുപാട് കുട്ടികൾ കാണുന്ന ഒരു ഫീൽഡാണ് എന്ന് പറയുന്നത് SSC എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഈ SSC എക്സാമിനേഷൻ പാസ്സായി എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈ സാലറിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ, ജോലിയിൽ പ്രവേശിക്കാനായിട്ട് കഴിയും. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു വലിയ ബേർഡനായിട്ട് ചിന്തിക്കാതെ എന്താണ് നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിലാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ആയിട്ട് സിലബസ് ബേസ്ഡ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ജോലിയിലേക്ക് എത്തപ്പെടാനായിട്ട് പറ്റും. ഇത്തരത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ അടുക്കും ചിട്ടയോടെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ എന്താണ് കൃത്യമായ രീതിയിൽ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പാണ്. അങ്ങനെ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ്, ഒരു സപ്പോർട്ടാണ് ആവശ്യം, നോട്ടുകളാണ് ആവശ്യം, ക്ലാസ്സുകളാണ് ആവശ്യം, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും AZB അക്കാഡമിയോടൊത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. SSCയുടെ ഫൗണ്ടേഷൻ ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ഓർ എന്താണ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഡെയിലി സ്റ്റഡി പ്ലാൻ കാണും, അതായത് ഇന്ന ദിവസം ഇന്ന പോർഷൻ നമുക്ക് പഠിച്ചു മാറണം. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എന്താ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു പോർഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇത്തരത്തില് കുട്ടികൾ എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്നവർ, ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ അല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളോടൊത്ത് പഠിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ഒരു ഡെഫിഷ്യൻസി ബേസ്ഡ് ചോദ്യമാണ് കേട്ടോ. കുറവ്, എന്തിന്റെ കുറവാണ് എന്നുള്ളതാണ്. എന്തിന്റെ കുറവാണ് ചോദിച്ചിരിക്കുന്നത്? ഇൻസുലിന്റെ കുറവാണ്. അപ്പൊ ഇൻസുലിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നോക്കാം. ദ ഫസ്റ്റ് വൺ ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ദ സെക്കൻഡ് വൺ ഗോയിറ്റർ, തേർഡ് വൺ ടെറ്റനി, ആൻഡ് ദെൻ ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് എംഫസീമ എന്നിവയാണ്. നാലും എന്ത് തന്നെയാണ്? ഡെഫിഷ്യൻസി ഡിസീസ് ആണ്, അപര്യാപ്തത രോഗമാണ്. അതായത് അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇൻസുലിൻ കുറയുമ്പോഴെന്താണ് എന്നുള്ളതാണ്. ഏത് ഓപ്ഷനാണ് നിങ്ങൾ പിക്ക് ചെയ്യുക? നമുക്ക് സാധാരണ അറിയാവുന്ന എന്താ? നമുക്കറിയാം ഡയബറ്റിസ്, ഷുഗർ എന്ന് പറയുന്നതാണ്. യെസ്, അത് തന്നെയാണ്. ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് അതിന്റെ കറക്റ്റ് നെയിം കേട്ടോ. എന്താണ്? ഡയബറ്റിസ് മെലിറ്റസ്, ഇൻസുലിൻ കുറയുമ്പോഴുണ്ടാകുന്ന അസുഖമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻസുലിൻ ഇൻടേക്ക് ചെയ്യുന്നത്. എപ്പോ? പഞ്ചസാരയുടെ അളവ് ശരീരത്തിൽ അമിതമാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ കുറവായതുകൊണ്ട് എന്താണ് ഈ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാനാണ് നമ്മൾ പുറത്തുനിന്ന് ആരെ എടുക്കുന്നത്? ഇൻസുലിൻ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ശരീരത്ത് ഇൻസുലിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് കിട്ടി. ഇനി അടുത്തത് ഗോയിറ്റർ ആണ്, തൊണ്ടമുഴ എന്ന് പറയും. ഓക്കെ, എന്താണ് തൊണ്ടമുഴ? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് സ്വെല്ല് ചെയ്ത് വരുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഗോയിറ്റർ എന്ന രോഗം എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാ കാണുക? നമ്മുടെ ട്രക്കിയയുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണുന്നത്. നമ്മുടെ തൊണ്ടയിൽ നെക്ക് പോർഷനിലാണ് കാണുന്നത്. അപ്പോ നമ്മുടെ ബോഡിയിൽ തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനെ വീർത്ത് വരുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? റീസൺ എന്താ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വീർത്ത് വരുന്നത്? അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് കേട്ടോ. എന്തിന്റെ കുറവാണ്? അയഡിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അയഡിൻ അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? അപ്പോ ഗോയിറ്റർ വരാം എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ടെറ്റനി ആണ്. ടെറ്റനി എന്താണ് ടെറ്റനി എന്ന് പറയുന്നത്? കാൽസ്യത്തിന്റെ അളവ് ശരീരത്ത് കുറയാണ്. കാൽസ്യത്തിന്റെ അളവ് രക്തത്തിൽ കുറയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ടെറ്റനി എന്ന് പറയുന്നത്. നമ്മുടെ കൈയും കാലും ഒക്കെ കൊച്ചി പിടിക്കുന്നത് പോലെ ഒരു ഒന്നല് വരാറുണ്ടോ? അപ്പൊ അതാണ് ഇതെന്ന് പറയുന്നത്, ടെറ്റനി എന്ന് പറയുന്നത് കേട്ടോ. കാൽസ്യത്തിന്റെ അളവ് രക്തത്തിൽ കുറയുന്ന അവസ്ഥയാണ് ടെറ്റനി എന്ന് പറയുന്നത്. കാൽസ്യത്തിന്റെ അളവ് എന്താണ് കുറയാനായിട്ട് ആരുകൂടി കാരണമാണ്? വൈറ്റമിൻ ഡി. നമ്മുടെ ബോഡിയിൽ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും എന്തനുഭവപ്പെടും? കാൽസ്യത്തിന്റെ അളവ് കുറയാനായിട്ട് കാരണമാകും. ഓക്കെ, അപ്പൊ ഇവരെല്ലാരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്തത് എംഫസീമയാണ്. എന്തിനെ ബാധിക്കുന്നതാണ്? ലങ്സ്, നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇതെന്ന് പറയുന്നത്.
എംഫസീമ എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ്? നമ്മൾ കണ്ടിന്യൂസ് സ്മോക്കിംഗ് അല്ലെ, സ്മോക്കിംഗ് എന്താണ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. നമുക്കറിയാം ശരീരത്തിന് ആരോഗ്യം നൽകുകയാണോ? അല്ല, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു ശീലമാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എന്താണ് സിഗരറ്റ് സ്മോക്കിംഗ് വഴി ലങ്സിന് ഉണ്ടാകുന്ന ഒരു എന്താണ് ഡിസീസ് ആണ് എംഫസീമ എന്ന് പറയുന്നത് കേട്ടോ, എംഫസീമ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇൻസുലിൻ കുറയുമ്പോൾ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകുന്നു, അയഡിൻ കുറയുമ്പോൾ ഗോയിറ്ററും, കാൽസ്യം കുറയുമ്പോൾ ടെറ്റനിയും ഉണ്ടാകുന്നു. സ്മോക്കിംഗ് മൂലമുണ്ടാകുന്ന ലങ്സിനെ ബാധിക്കുന്ന അസുഖമാണ് ഏതെന്ന് പറയുന്നത്? എംഫസീമ എന്ന് പറയുന്നത്. കിട്ടിയേ? ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ, അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? വിച്ച് ഇൻസ്ട്രുമെന്റ് മെഷർ വോൾട്ടേജ്? വോൾട്ടേജ് മെഷർ ചെയ്യാൻ അപ്പാരറ്റസ് ആണ് അല്ലെ, ഇൻസ്ട്രുമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എന്താണ്? നമ്മൾ ഓരോ സെറ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഭാഗം മൊത്തം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്തുമായിട്ട് ബേസ് ചെയ്താ? വോൾട്ടേജ് അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണും. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ബാരോമീറ്റർ ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് തെർമോമീറ്റർ. ഏതാ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, വോൾട്ടേജ് ആണ്. ആരായിരിക്കും? വോൾട്ട് മീറ്റർ തന്നെയാണ് കേട്ടോ. വോൾട്ടേജ് മെഷർ ചെയ്യാൻ, വോൾട്ടേജ് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്, ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ അമ്മീറ്റർ ആണ് എങ്കിലോ ഇലക്ട്രിക് കറണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി ബാരോമീറ്റർ ആണെങ്കിലോ എന്താണ് ബാരോമീറ്റർ? അറ്റ്മോസ്ഫറിക് പ്രഷർ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അറ്റ്മോസ്ഫിയറിലെ അന്തരീക്ഷത്തിലെ എന്താണ് പ്രഷർ, മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? ബാരോമീറ്റർ എന്ന് പറയുന്നത്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് ബാരോമീറ്റർ ആണ്. ഇനി തെർമോമീറ്റർ എന്താ? തെർമോമീറ്റർ നമുക്കറിയാം എന്താണ്? ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ, താപനില കണക്കാക്കാൻ വേണ്ടിയിട്ട് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അമ്മീറ്റർ ഇലക്ട്രിക് കറണ്ട്, വോൾട്ടേജ് വോൾട്ട്മീറ്റർ ആൻഡ് ദെൻ ബാരോമീറ്റർ അറ്റ്മോസ്ഫറിക് പ്രഷർ, ടെമ്പറേച്ചർ തെർമോമീറ്റർ. കിട്ടിയില്ലേ? ഈ 4 എണ്ണവും നിങ്ങൾ പഠിച്ചില്ലേ? അപ്പം ആവർത്തിച്ച് വായിച്ച് എന്ത് ചെയ്യുക? പഠിച്ചു പോകുക. ഈ യൂണിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപ്പാരറ്റസ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുക? ആ ഒരു സെറ്റായിട്ട് പഠിച്ചു പോവുക കേട്ടോ. യെസ്, ആൻഡ് ദ നെക്സ്റ്റ് വൺ നോക്കിക്കേ. മസിൽസ് ആർ അറ്റാച്ച്ഡ് ടു ബോൺ. മസിൽസ് എന്ത് ചെയ്യാണെന്ന്? ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോണിനെയും മസിലിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് ആരാണ്? താഴെ തന്നിരിക്കുന്നവരെ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. എ ലിഗമെന്റ്സ്, ബി ടെൻഡൻസ്, സി കാർട്ടിലേജ് ആൻഡ് ദെൻ ഓപ്ഷൻ ഡി ജോയിന്റ്സ്. ഇതിലേതാണ് ശരിയായ ഉത്തരം? ആര് തമ്മിലാണ്? മസിലിനെയും ബോണിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, പേശികളെയും എല്ലിനെയും തമ്മിൽ, അസ്ഥിയെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഉത്തരം ടെൻഡൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. SSCയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആരാ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ടെൻഡൻ. ഓക്കെ, MTB. മസിലിനെ ബോണുമായി കണക്ട് ചെയ്ത് നടുക്കിരിക്കുന്ന ആളുടെ പേരെന്താ? ടെൻഡൻ ആണ് കേട്ടോ. ടെൻഡൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടെൻഡൻ ആണ് കേട്ടോ. ഇനി എന്താ ഈ ലിഗമെന്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ. എന്താ ലിഗമെന്റ് എന്ന് പറയുന്നത്? ലിഗമെന്റ് ബോണിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ, 2 ബോണുകളെ പരസ്പരം കണക്ട് ചെയ്യാണ്. ഒരു ബോണിനെ മറ്റൊരു ബോണുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണ്? അതാണ് ലിഗമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ബോൺ ടു ബോൺ കണക്ഷൻ ആരാണ്? അത് ലിഗമെന്റ് ആണ് ചെയ്യുന്നത്. ലിഗമെന്റിന്റെ ഫംഗ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ഒരു അസ്ഥിയെ മറ്റൊരു അസ്ഥിയുമായി ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത്. അടുത്തത് കാർട്ടിലേജ് ആണ്. കാർട്ടിലേജ് എന്താണ്? കാർട്ടിലേജ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്ട് ചെയ്യുന്ന ടിഷ്യൂ തന്നെയാണ് കേട്ടോ. മറ്റ് ഓർഗൻസിനെയൊക്കെ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂ തന്നെയാണ്. പക്ഷെ കാർട്ടിലേജിന് എന്ത് കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയോ? ഹൈലി ഫ്ലെക്സിബിൾ ആണ്. എന്താണ്? നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? കാർട്ടിലേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു എന്താണ് എക്സ്റ്റേണൽ ഇയർ, മൂക്കിന്റെ തുമ്പ്, ഓക്കെ, ടിപ്പ് ഓഫ് നോസിന്റെ ടിപ്പ് പോർഷൻ, ഇതെല്ലാം കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് എല്ല് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുമോ? മടക്കാനും തിരിക്കാനും പറ്റുമോ?
ഇല്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എന്താ ചെവിയുടെ എക്സ്റ്റേണൽ പോർഷൻ ആ പിന്ന ഭാഗത്തിന് നമുക്ക് തിരിക്കാനും മറിക്കാനും ഒക്കെ പറ്റും അല്ലേ? എന്തുകൊണ്ടാണ്, എന്ത് പ്രോപ്പർട്ടി കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ വഴക്കമുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഇനി ജോയിന്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്താ ജോയിന്റ്? ജോയിന്റ് എന്താണ് ജോയിന്റ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് സ്ഥലമാണ്. ആരോ മീറ്റ് ചെയ്യാണ്. ഓക്കെ, രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന സ്ഥലം. ആ രണ്ടുപേരാരാ? ബോണുകൾ കേട്ടോ. ബോണുകൾ മീറ്റ് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷൻ അല്ലെ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടോ അതിലധികമോ അസ്ഥികൾ അല്ലെങ്കിൽ ബോണുകൾ ജോയിൻ ചെയ്യുന്ന ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജോയിന്റ്സ് എന്ന് വിളിക്കുന്ന. പേര് പോലെ തന്നെ ജോയിൻ ചെയ്യുന്ന പോർഷൻ ആയതുകൊണ്ട് ജോയിന്റ്സ്. ആര് ജോയിൻ ചെയ്യുന്നതാ? എല്ലുകള് അല്ലെങ്കിൽ ബോണുകൾ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ലിഗമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബോണിനെ ബോണുമായി ബന്ധിപ്പിക്കുന്ന ആളാണ് ലിഗമെന്റ്. ബി രണ്ട് ബികൾ തമ്മിൽ അല്ലെ കണക്ട് ചെയ്യുന്ന ആളാണ് BLB. ഇനി മസിലിനെ ബോണുമായിട്ട് എമ്മിനെ ബിയുമായിട്ട് കണക്ട് ചെയ്ത ആരാ? T ആണ്. MTB. മസിലിനെ ബോണുമായി കണക്ട് ചെയ്തത് ടെൻഡൻ ആണ്. ആൻഡ് ദെൻ കാർട്ടിലേജ് മീൻസ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലെ, നല്ല വഴക്കമുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ജോയിന്റ് ആണ്. എല്ലുകൾ ജോയിൻ ചെയ്യുന്ന പോർഷനിൽ കാണുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ജോയിന്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, എല്ലുകളുടെ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന പോർഷൻ ആണ് ആരെന്ന് പറയുന്നത്, ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓരോന്നായിട്ട് വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യത്തിൽ നിന്നും 4-5 പോയിന്റുകൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ പോയിന്റുകളെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ കുറിച്ച് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഭാരമായിട്ട് തോന്നില്ല. ഓരോ ലൈവും ഓരോ ക്ലാസ്സും ഒക്കെ കഴിയുന്നതനുസരിച്ച് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം പഠിച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.